ഇറ്റ്സ് മൺഡേ മോർണിംഗ്. ഇന്ന് ജന്മാഷ്ടമിയാണ്. അപ്പോൾ ആരോട് നമ്മൾ ജസ്റ്റ് ഒന്ന് മേക്കപ്പ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടുന്ന് ഘോഷയാത്രയൊക്കെ ഉണ്ട് വൈകിട്ട്, പക്ഷെ നമ്മളിന്ന് പോകുന്നില്ല. നോർമലി നമ്മൾ പോവാറുണ്ട്, ഫസ്റ്റ് ടൈമാണ് പോവാതിരിക്കുന്നത്. ആരോന് കോസ്റ്റ്യൂമൊക്കെ ഓൾറെഡി ഉണ്ട്, അതിനായിട്ടൊന്നും പർച്ചേസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയത് 999 എന്തോ റേഞ്ചിലായിരുന്നു. അത് ഫുൾ സെറ്റാട്ടോ വരണേ, കിരീടം, ഓടക്കുഴൽ എല്ലാം ഉള്ള ഫുൾ സെറ്റ്, ഡ്രസ്സ് ഉൾപ്പെടെ ഫുൾ സെറ്റാണ്. അത് അത്യാവശ്യം നല്ല പ്രൊഡക്റ്റായിരുന്നു കേട്ടോ, കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല പ്രൊഡക്റ്റാണ്. നമുക്കിങ്ങനെ സൈസൊക്കെ ആണെന്നുണ്ടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കുറേ ആയിട്ട് തന്നെ ഉപയോഗിക്കണേ. ഇപ്പം തന്നെ എത്ര വർഷമായി എനിക്ക് തോന്നുന്നു, ആരുവിൻ്റെ 3ാമത്തെ ജന്മാഷ്ടമിയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല പ്രോഡക്റ്റാണ്, ഇപ്പോഴും പ്രശ്നമൊന്നുമില്ല, നമ്മളിപ്പോഴും അതാ യൂസ് ആക്കണേ. ഇവിടെ ആരുവിന് പൊതുവെ കോവിലിൽ പോകുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കോവിലിൽ പോകുന്നതും ചെണ്ടമേളമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാ വർഷവും പോകാറുണ്ട്. ഇപ്രാവശ്യം പോകാത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം ബ്രദറിന് ലീവില്ല, പിന്നെ രണ്ടാമത്തെ കാര്യം വിഷ്ണുവിന് ഷൂട്ടുണ്ട്, അച്ഛൻ ഉണ്ടാവത്തില്ല. നമുക്ക് ഒറ്റയ്ക്ക് ഇവനെ കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പോകാത്ത. അല്ലാന്നുണ്ടെങ്കിൽ പോകാൻ കുറച്ച് ലോങ്ങിൽ നിന്നാണ് ഘോഷയാത്ര, ഇവിടെ അടുത്തുനിന്നല്ല. അപ്പോൾ പോയി വരുന്ന കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ പോകണ്ടെന്ന് വെച്ചു. അപ്പോൾ ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പോകാമെന്ന് വെച്ചിട്ട് ഇന്നലെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ പോകാൻ പറ്റിയില്ല. ഡ്രസ്സൊക്കെ വാഷാക്കി വെച്ചതല്ലേ, ജസ്റ്റ് അവനൊന്ന് ഇട്ടിട്ട് ഫോട്ടോ ഒക്കെ എടുപ്പിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ റെഡിയാക്കുന്നതാണ് കേട്ടോ. നമ്മൾ തംബ്നെയിൽ വെച്ചേക്കുന്ന ഫോട്ടോ ആരുവിൻ്റെ ഫസ്റ്റ് ജന്മാഷ്ടമിയുടെ ഫോട്ടോഷൂട്ടിന് എടുത്ത ഫോട്ടോ കേട്ടോ. അത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഫോട്ടോയാണ്. നല്ല ക്യൂട്ടാണ് ആരുവിന് അതിൽ കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു ടൈമിൽ ആരും കുഞ്ഞായതുകൊണ്ട് തന്നെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്രാവശ്യം റെഡിയാക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നോർമലി എനിക്ക് മാണി ഉണ്ടാവാറുണ്ട് റെഡിയാക്കുന്ന സമയത്തൊക്കെ, പക്ഷേ എങ്കിൽ ഇന്നിപ്പോൾ ഭയങ്കര അലമ്പായിരുന്നു. അവനൊന്നിനും കഴിയത്തില്ലായിരുന്നു. ഒന്നാമത്തെ കാര്യം പുള്ളിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു, ആ ഒരു മൂഡിലൊക്കെ ഇരിക്കുമായിരുന്നു. പിന്നെ ഞാൻ പതുക്കെ ഒന്ന് സോപ്പിട്ട് അങ്ങനെയൊക്കെ നിർത്തി റെഡിയാക്കുക പറഞ്ഞാൽ എനിക്ക് പിക്ക് എടുക്കണം, വ്ളോഗ് എടുക്കണം. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ സോപ്പിട്ടൊക്കെ നിർത്തി റെഡിയാക്കിയിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ആരും എനിക്ക് മേക്കപ്പ് ഇട്ട് തരുന്നുണ്ട്. ആരും ചോദിക്കുന്ന സമയത്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു പണി നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അവൻ എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവൻ്റെ ഇഷ്ടത്തിനൊക്കെ ഇരുന്ന് കൊടുക്കും കേട്ടോ. ഇത്തിരി സോപ്പിട്ടൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുള്ളൂ. വഴക്കാക്കുവാണെങ്കിൽ പിന്നെ പുള്ളിക്കും വാശിയാവും, പുള്ളി നിൽക്കത്തുമില്ല. നമുക്ക് ഫേസിലൊന്നും വലുതായിട്ട് അങ്ങനെയൊന്നും ചെയ്യേണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് ഡോട്ടൊക്കെ ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു പുരുകത്തിൻ്റെ അവിടെയൊക്കെ ആയിട്ട്. വലുതായിട്ടൊന്നും ചെയ്തില്ല, ജസ്റ്റ് ഒരു പൊട്ട് വെച്ചു, ജസ്റ്റ് ഞാനൊന്ന് ഡോട്ട് ഇട്ട് കൊടുത്തു പുരുകത്തിൻ്റെ 2 സൈഡിലുമായിട്ട്. അല്ലാണ്ട് ഫേസിൽ അങ്ങനെ ഒന്നും ചെയ്ത്, അങ്ങനെ വിറ്റു സമ്മതിക്കത്തൊന്നുമില്ല, ഇതൊക്കെ കെമിക്കലാണെന്ന് പറഞ്ഞിട്ട് സമ്മതിക്കത്തൊന്നുമില്ല. ലിപ്സ്റ്റിക് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ജസ്റ്റ് സിമ്പിൾ മേക്കപ്പ് ആയിരുന്നു. അപ്പോൾ നമ്മളുടെ മേക്കപ്പ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഡ്രസ്സ് ബാക്കിയുള്ളത് ഇടണം. അതുപോലെ തന്നെ കുറച്ച് ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, കുറച്ച് മാല, അതുപോലെ കയ്യിൽ കിട്ടുന്ന സാധനങ്ങൾ, അങ്ങനെ എന്തൊക്കെയോ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും ഫസ്റ്റ് ടൈം നമ്മൾ വാങ്ങിയപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, കാരണം ആരും ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഓവറായിട്ട് തോന്നുന്നുണ്ട്. ഒരു കുട്ടി മാലയാണ് അന്നിട്ടിരുന്നത്. അപ്പോൾ പിന്നെ ഇതൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ആരും തീരെ താല്പര്യമില്ല. എനിക്ക് പെട്ടെന്ന് മാല എടുത്തപ്പോൾ മറ്റേ മണിച്ചിത്രത്താഴിലെ ഇതാണ് മറ്റേ നാഗവല്ലിയുടെ മാല എന്ന് പറയുന്ന ആ ഒരു സീൻ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു കേട്ടോ. ആരുവാണെന്നുണ്ടെങ്കിൽ ആ മാലയും ഷോളും ഒന്നും ഇട്ടാൻ സമ്മതിക്കണേ ഉണ്ടായിരുന്നില്ല. അവനെന്തോ ഇറിറ്റേഷനായിട്ടാന്ന് തോന്നുന്നു, ഭയങ്കര വഴക്കായിരുന്നു. ലാസ്റ്റിൻ്റെ ക്ഷമ നശിച്ചു. ഞാൻ സോപ്പിട്ട് നോക്കുന്നുണ്ട്, റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒന്നും നടക്കുന്നുണ്ടായില്ല. പിന്നെ ഒരു വിധത്തിലൊക്കെ ബീച്ചിൽ കൊണ്ടുപോകാം, അവിടെ കൊണ്ടുപോകാം, ചെണ്ട കൊട്ട് നിർത്തി കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞൊക്കെ പിടിച്ചിരുത്തി അങ്ങനെ ഒരു വിധത്തിലാണെല്ലാം ചെയ്യിച്ചെടുത്തത്. സത്യം പറഞ്ഞാൽ ഞാനും ആരും കൂടെ ഒരു അംഗമായിരുന്നു തന്നെ പറയാം കേട്ടോ. അത്ര പാടുപെട്ടോ ഞാനൊന്ന് റെഡിയാക്കി എടുത്തേ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും റെഡിയാക്കി വന്നപ്പോഴേക്കും എൻ്റെ ക്ഷമ നശിച്ചു എന്ന് തന്നെ പറയാം. പക്ഷെ പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഘോഷയാത്രയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ടൈമിൽ ഇതുപോലെ ആരും ഒരാൾ ഒരുക്കുന്ന പോലെയൊന്നുമല്ല, ഒത്തിരി കുട്ടികളുണ്ടാവാറുണ്ട്. നമ്മളെല്ലാവരും ഒരുക്കാനൊക്കെ കൂടും. അതുപോലെ തന്നെ ഒരു പ്രോസസ്സായിരുന്നു അത്. ഇപ്പോഴല്ലേ നമ്മൾ ഓൺലൈനൊക്കെ ഇങ്ങനെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഷോപ്പിൽ നിന്നൊക്കെ ഇങ്ങനെ സെറ്റായിട്ട് കിട്ടുകയൊക്കെ ചെയ്യും. ഇവിടെ അടുത്തുള്ള ഷോപ്പിലൊക്കെ കിട്ടും. പക്ഷേങ്കിൽ പണ്ടെന്ന് പറയുമ്പോൾ ബൾക്കായിട്ട് ഒത്തിരി കുട്ടികൾക്ക് വേണ്ടതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുമായിരുന്നു. ഞാൻ പറഞ്ഞ പേപ്പറൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ തന്നെ കട്ട് ചെയ്ത് കിരീടം, ഓടക്കുള്ളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ രാധമാർക്കും കൃഷ്ണന്മാർക്കൊക്കെ ഫുഡ് ആക്കണം, അതുപോലെ പായസം ആക്കണം. അതൊക്കെ ഒരു പ്രോസസ്സായിരുന്നു. പെട്ടെന്ന് ഇപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോഴത്തേക്കും എന്തോ എല്ലാം മിസ് ചെയ്യുന്നു. പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടും, വീട്ടുകാരും എല്ലാവരും കൂടും. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ ഇങ്ങനെ സമുദായത്തിൻ്റെ ബേസിലല്ല, നല്ല പൊളിറ്റിക്സിൻ്റെ ബേസിലൊക്കെ അങ്ങനെയൊക്കെയാണ് ഇതിനെയൊക്കെ കാണുന്നത്. പക്ഷേ എനിക്ക് പേഴ്സണലി ഞാൻ ആരുവിനെ കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നത്
പിള്ളേർക്കൊരു ഹാപ്പിനെസ് ഇല്ല അങ്ങനെ വിചാരിച്ചിട്ടാണ്. കാരണം അവന് ഇഷ്ടമാണ് പൊതുവെ കോവിലിൽ പോകുന്നത്, ചെണ്ടമേളം ബഹളം കുട്ടികളൊക്കെ കാണുന്നതൊക്കെ ആരും ഭയങ്കര പേഴ്സണലി ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മൾ പോകാമെന്നൊക്കെ വിചാരിച്ചത്. വിച്ചും ഷർത്തൊന്നും ഇല്ലാത്തതുകൊണ്ടാട്ടോ, അല്ലായിരുന്നെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും പോയേനെ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ കുട്ടി വീഡിയോ. പിന്നെ ആരുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.